മക്കളെ, നമുക്കൊരു ചോദ്യം ചെയ്ത് നോക്കിയാലോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിന്റെ ഉത്തരം നിങ്ങൾ എത്ര പേർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: സോൾവ് ദ ഫോളോയിങ് റിഡിൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അതിന്റെ ഉള്ളിൽ നിന്നുള്ള ഉത്തരം നമുക്കൊന്ന് കണ്ടുപിടിക്കണം. മൈ ഫസ്റ്റ് ആൽഫബറ്റ് ഈസ് ഇൻ മാൻ ബട്ട് നോട്ട് ഇൻ ക്യാൻ. അതായത് മാനിലുണ്ട്, ക്യാനിലില്ല. അപ്പൊ അത് ഏതായിരിക്കും? യെസ്, എം ആണ്. ഇനി അടുത്തത് ഏതാണ്? മൈ സെക്കൻഡ് ആൽഫബറ്റ് ഈസ് ഇൻ ഈസ് ആൻഡ് ഓൾസോ ഇൻ ഫാൻ. ഈസിലും ഉണ്ട്, അതുപോലെ തന്നെ ഫാനിലും ഉണ്ട്. അപ്പൊ അതിന്റെ ഉത്തരം ഏതാണ്? യെസ്, നമ്മുടെ സെക്കൻഡ് ആൽഫബറ്റ് എന്ന് പറയുന്നത് എ ആണ്. ഇനി മൂന്നാമത്തത് മൈ തേർഡ് ആൽഫബറ്റ് ഈസ് ഇൻ റാറ്റ് ആൻഡ് നോട്ട് ഇൻ ക്യാറ്റ്. റാറ്റിലുണ്ട്, പക്ഷെ ക്യാറ്റിലില്ല. അപ്പൊ അത് ഏത് ആൽഫബറ്റ് ആയിരിക്കും? ആർ ആയിരിക്കും അല്ലെ. ഇനി അടുത്തത് ഏതാണ്? മൈ ഫോർത്ത് ആൽഫബറ്റ് ഈസ് ഇൻ സൺ ബട്ട് നോട്ട് ഇൻ ഫൺ. അതായത് സണ്ണിലുണ്ട്, പക്ഷെ ഫണ്ണിലില്ല. അതേതാണ്? എസ്. ഐ ആം എ പ്ലാനറ്റ് ദാറ്റ് മൂവ്സ് അറൌണ്ട് ദി സൺ. ഞാൻ സണ്ണിന് ചുറ്റും മൂവ് ചെയ്യുന്ന ഒരു പ്ലാനറ്റ് ആണ്. എങ്കിൽ ഞാൻ ആരാണ്? യെസ്, വേറെ ആരുമല്ല, നമ്മുടെ മാർസ് ആണ്. അപ്പൊ ഇതുപോലുള്ള കുറച്ച് റിഡിൽസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാനായിട്ട് പറ്റും. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.